മൂന്നാർ കയ്യേറ്റ ഹർജികൾ ഹൈക്കോടതി വെള്ളിയാഴ്ച പരിഗണിക്കും. ഭൂനിയമപ്രകാരം നടപടിയെടുക്കാനുള്ള അധികാരം സ്പെഷ്യൽ ഓഫീസർക്ക് ഇല്ലെന്ന് ഹർജിക്കാർ കോടതിയിൽ അറിയിച്ചു. അതേസമയം ഇടുക്കിയിലെ വ്യാജ പട്ടയങ്ങളിൽ ഉദ്യോഗസ്ഥരുടെ പങ്ക് അന്വേഷിക്കാൻ പ്രത്യേക സംഘത്തെ നിയോഗിച്ചതായി സർക്കാരും കോടതിയെ അറിയിച്ചിട്ടുണ്ട്. രേഷ്മ ബാബു ഒരിക്കൽ കൂടി ചേർന്നുണ്ട്. രേഷ്മ, എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? വിഷ്ണു, മൂന്നാർ കയ്യേറ്റവുമായി ബന്ധപ്പെട്ടുള്ള ഹർജികൾ പരിഗണിക്കവെയാണ് ഈ ഭൂനിയമപ്രകാരം നടപടി എടുക്കാനായിട്ടുള്ള അധികാരം സ്പെഷ്യൽ ഓഫീസർക്ക് നൽകിയിട്ടില്ല എന്നുള്ള ഒരു കാര്യം ഹർജിക്കാർ ഹൈക്കോടതിയിൽ മുന്നോട്ട് വെച്ചത്. ഇത് സംബന്ധിച്ച ചില നിർദ്ദേശങ്ങൾ ഹൈക്കോടതി മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അതിനിടയിൽ തന്നെയാണ് നേരത്തെ ഹൈക്കോടതി ഈ വ്യാജ പട്ടയങ്ങളുമായി ബന്ധപ്പെട്ട് പ്രത്യേക സംഘത്തെ നിയോഗിക്കുന്നതുമായി ബന്ധപ്പെട്ട് സർക്കാരിനോട് ചില കാര്യങ്ങൾ ആവശ്യപ്പെട്ടിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ സർക്കാർ എന്ന നിലപാട് രേഖാമൂലം വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ വ്യാജ പട്ടയ കേസുകളിലടക്കം ഉദ്യോഗസ്ഥരുടെ പങ്ക് അന്വേഷിക്കാനായിട്ട് പ്രത്യേക സംഘത്തെ നിയോഗിച്ചിട്ടുണ്ടെന്നാണ് സർക്കാർ അഭിഭാഷകൻ ഹൈക്കോടതിയിൽ വ്യക്തമാക്കിയിട്ടുള്ളത്. IG കെ സേതുരാമൻ, അതോടൊപ്പം തന്നെ S ദിനേശൻ IAS, പയസ് ജോർജ് DYSP തുടങ്ങിയവരാണ് നിലവിൽ സംഘത്തിലുള്ളത്. റവന്യൂ ഉദ്യോഗസ്ഥരെയും മറ്റ് പോലീസ് ഉദ്യോഗസ്ഥരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ സംഘം വിപുലീകരിക്കാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എന്തായാലും വ്യാജ പട്ടയങ്ങൾ സംബന്ധിച്ച് ഉദ്യോഗസ്ഥരുടെ പങ്ക് ഒക്കെ അന്വേഷിക്കാൻ വേണ്ടിയിട്ടാണ് പ്രത്യേക സംഘത്തെ സർക്കാർ നിയോഗിച്ചിട്ടുള്ളത്. ഇവർ തന്നെയാകും ഇനി വ്യാജ പട്ടയങ്ങളുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങളുമായിട്ട് മുന്നോട്ട് പോവുക. എന്തായാലും ഇക്കാര്യം രേഖാമൂലം സർക്കാർ ഹൈക്കോടതി അറിയിച്ചു. വെള്ളിയാഴ്ച ഈ ഹർജികൾ ഹൈക്കോടതി വീണ്ടും പരിഗണിക്കുന്നുണ്ട്. എന്തായാലും ഈ ഭൂനിയമപ്രകാരം നടപടിയെടുക്കാനുള്ള അധികാരം കോടതി നിർദ്ദേശിച്ചിട്ടുള്ള സ്പെഷ്യൽ ഓഫീസർക്ക് ഉണ്ടോ എന്ന കാര്യത്തിൽ റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറി മറുപടി നൽകണം അടുത്ത ആഴ്ച. വ്യക്തമാണ്. രേഷ്മ ബാബുവാണ് വിശദമായ റിപ്പോർട്ടുകൾ പങ്കുവച്ചത്.